ഹായ് വെൽക്കം ടു BBA കൂടെ ഉള്ളവരെല്ലാം കൂടെ കൂടിയോ ഇന്ന് നമ്മളിതാ ലാപ്ടോപ്പിന്റെ വേറെ ലോകത്തേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകണല്ലേ അല്ലേ വാ അങ്ങോട്ടോ നമ്മുടെ ഷംസുദ്ദീൻ ബ്രോ ആണ് നമ്മളിപ്പം കൂടുന്നത് പാട്ട് പറഞ്ഞ ആളാണ് ഒരു പാട്ട് പാടിത്തരാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് പാട്ട് പാടിത്തരാം കേട്ടാ പാട്ട് പാടല്ലേ ഓക്കെ ഒരു പാട്ട് ഇവിടെ ആര് വന്നാലും പാട്ട് പാടാൻ പറയണ്ട മൂപ്പരടുത്ത് നല്ല അടിപൊളി പാട്ട് പാടി തരും ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ഒരു പാട്ട് കൂടെ പാടി തരും പാട്ട് കൊടുക്കുമല്ലോ അല്ലേ ഈ വീഡിയോയിൽ ഞങ്ങൾ പാട്ട് പാടും അപ്പോൾ അതിന്റെ കമന്റ് കാര്യങ്ങളൊക്കെ എഴുതണ്ടോ അതുപോലെ തന്നെ എത്ര രൂപ നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കും നമുക്ക് ലാപ്ടോപ്പിന്റെ ലാപ്ടോപ്പ് നമുക്ക് 199 തൊട്ടിട്ട് നമുക്ക് ലാപ്ടോപ്പ് അങ്ങോട്ട് മേലെ എത്ര വരെ ലാപ്ടോപ്പ് കൊടുക്കും അപ്പോൾ കിഡിൽ ലാപ്ടോപ്പ് 199 ദിർഹം മുതൽ അങ്ങോട്ട് മുകളിലേക്ക് നല്ല കിഡിലും ലാപ്ടോപ്പുകളുടെ സ്പെസിഫിക്കേഷനും കാര്യവും ജനറേഷനും എല്ലാം കൂടെ നിങ്ങൾക്ക് ഇന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത് ഷംസുദ്ദീൻ ബ്രോയുടെ അവിടെ നാട്ടില് അരീക്കോടാണ് അപ്പൊ പൊളിച്ചെടുക്കാൻ പോകണം അല്ലേ ഓക്കെ അപ്പൊ നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 199 ദിർഹം മുതൽ തുടങ്ങുകയാണ് അത് കാണിച്ചു തരും ആദ്യം ഷംസുദ്ദീൻ ബ്രോ കാണിച്ചു തരും എവിടെ ഓക്കെ എന്റെ കൈ എത്തുന്നുണ്ട് 199 കാണിച്ചു ഓക്കെ എൻട്രി ലെവലിൽ കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയ സാധനമാണ് ഡെല്ലിന്റെ 199 ദിർഹത്തിന്റെ ലാപ്ടോപ്പാണ് ഈ ഇരിക്കണം മുതൽ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനമാണ് ഓക്കെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു ഓക്കെ പരിഗണിക്കാവുന്ന നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അതൊന്ന് കാണിച്ചു കൊടുത്തത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള 64GB SSD ഉള്ള സാധനം 199 ദിർഹം മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ പറ്റുമോ അല്ല കിട്ടില്ല ബൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എൻട്രി ലെവൽ സാധനം ഓക്കെ നെക്സ്റ്റ് ഏതാ ഈ നെറ്റ് ഇതെന്ന് പറഞ്ഞേ ഇത് സംഭവം നല്ല നീറ്റാണല്ലോ ഒന്ന് കറക്കിക്കോ പറ്റുന്നത് അത് കാണിച്ചു കൊടുത്തേ ഓക്കെ ഓക്കെ ലാബ് 3 ഓക്കെ ഒന്ന് തിരിച്ചോ ഒന്ന് കണ്ടോട്ടെ പ്രീമിയം സാധനം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല എന്താ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല സ്ലിം ആണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല 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 ലക്ഷറി സാധനം എന്ന് പറഞ്ഞാൽ ലക്ഷറി സാധനം അല്ലേ ഓക്കെ ഇതിൻ്റെ ഇതിവിടെ ഇതാണ് ഇത് എക്സ്ട്രാ ആണോ അതോ ഇങ്ങനെ വരുന്നതാണോ ഇങ്ങനെയാണ് ഇതിൻ്റെ സർഫേസ് ഓക്കെ ബ്ലാക്ക് ഒന്ന് കാണിക്കൂ ഒന്ന് തിരിച്ചു വെച്ചോ ഫുൾ സ്ക്രീൻ മനസ്സിലായില്ല ബ്ലാക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള നല്ല കിഡിലുള്ള സാധനം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ സാധനം ഓക്കെ ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു ഓക്കെ 256 SSD ഓക്കെ 4K അൾട്രാ ഡിസ്പ്ലേ ഓക്കെ പക്കയാണ് ഓക്കെ അപ്പൊ നോക്കി വെച്ചോട്ടോ ഓക്കെ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഇതിന്റെ എക്സാക്ട് പ്രൈസ് വരുന്നത് 1799 ആണ് 1799 നമ്മൾ ഓഫറായിട്ട് ഓഫറിൽ ഒരു 1549 കൊടുക്കാം 1549 1549 549 അല്ലേ അതെ 1549 ചാർജർ ബാറ്ററി മൗസ് 3 സാധനം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാ നിങ്ങൾ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ കിഡിലെ സാധനം കേട്ടോ നല്ല കിണ്ണം കഴിച്ച സാധനം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് ഓക്കെ മൈക്രോസോഫ്റ്റ് അല്ലേ 7 പീസുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം കേട്ടോ നിങ്ങൾ നോക്കി മനസ്സിലാവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം ഓക്കെ നെക്സ്റ്റ് അടുത്ത ഏതാ കൊടുക്കാം നമുക്ക് മിഡ് റേഞ്ച് നോക്കട്ടെ ഓക്കെ ഇവിടെ ചോളൂ 3190 ഡെല്ല് ടച്ച് സ്ക്രീൻ ഒന്ന് തിരിച്ചു ടച്ച് സ്ക്രീൻ ഡെല്ലിന്റെ ടച്ച് ഓക്കെ 360 ഓക്കെ ഒന്ന് തിരിച്ചു വെച്ചോ ഒന്ന് കാണിച്ചു നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓക്കെ പറഞ്ഞോ ഇത് 8GB RAM 128 SSD ഓക്കെ ഇന്റലിന്റെ പെന്റിയം പ്രോസസർ ഓക്കെ ഇത് നമുക്ക് 349 ദിർഹത്തിനാട്ടോ മൂപ്പര് ടച്ചും 360 ഒക്കെ ഉണ്ട് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും മൂപ്പര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാം എത്ര പ്രൈസ് പറഞ്ഞേ 349 അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നേരത്തെ ഒരു മിഡ് റേഞ്ച് അത് മറ്റേ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഇതും നമുക്കൊരു എൻട്രി ലെവലിൽ നല്ല ഒരു അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് 8GB അപ്ഗ്രേഡ് ചെയ്യാവുന്നവർക്ക് അപ്ഗ്രേഡ് ചെയ്യാം 128 256 ചെയ്യാം എല്ലാത്തിനും ഓക്കെയാണ് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി നല്ല ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ് നല്ല ഡിസ്പ്ലേ ഉണ്ടായിരുന്നു നല്ല ടച്ച് സ്ക്രീൻ 360 നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓക്കെ ഡൺ അപ്പോൾ അതാ മച്ചാമാരെ ഇത് നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു കിട്ടില്ല i5 ലേക്ക് പോകാൻ ഓപ്ഷനാണ് ഷംസ് ബ്രോ അടുത്തേതാ i5 ഡെല്ലിന്റെ 7280 എന്ന് പറഞ്ഞ മോഡൽ 7280 ഡെല്ല് കാണിച്ചോ ഇങ്ങനെ കാണിച്ചെടുത്തോ നല്ല നീറ്റ് സ്ലിം സാധനം എൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് ഞങ്ങൾ ലാപ്ടോപ്പ് മേള നടത്തുന്നുണ്ട് അവിടെ ലാപ്ടോപ്പ് മേളയാണ് മച്ചമ്മ നടത്തുന്നത് ലാറ്റ്യൂഡാണ് ഓക്കെ പറഞ്ഞോ i5 ആണ് 8GB RAM ഓക്കെ 256 SSD
വിൻഡോസ് 11 വേണ്ടവർക്ക് വിൻഡോസ് 11 ചെയ്യാം, വിൻഡോസ് 10 രണ്ടും ചെയ്യാം. രണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെല്ലിന്റെ ഈ മോഡലിന് എത്ര കൊടുക്കും നിങ്ങൾ? നമുക്കൊരു 150 ഡിസ്കൗണ്ട് കിട്ടും. 150 ദിർഹം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മച്ചാമാരെ നിങ്ങൾക്ക് തരുന്നത്. ഇതാ ഡെല്ലിൻ്റെ നല്ല നരി സാധനം സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് നോക്കാനുള്ളവർക്ക് നല്ല കിണ്ണം കാഴ്ച ഒരു സാധനം ഇട്ടാ ഇതാ. അപ്പോൾ 749 150 കുറച്ച് എത്ര? 599 ഇട്ടോ. 599 ദിർഹത്തിന് നിങ്ങൾക്ക് ഡെല്ലിൻ്റെ i5 അല്ലേ, i5 ആണ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ആ വരൂ, മിഡ് റേഞ്ചിൽ വരൂ 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 വരൂ. ആ 3380 ഡെല്ല്. ആ ടച്ച് സ്ക്രീനാണ്. ഓക്കെ ഡൺ. ആവശ്യമുള്ളവർക്ക് i5 8GB RAM 256 SSD. ഓക്കെ ടച്ച് സ്ക്രീൻ ഫുൾ HD 4K ഡിസ്പ്ലേ. ഇത് നമുക്ക് നല്ലൊരു കോസ്റ്റ് നോക്കാം. അല്ല അപ്പം അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഡെല്ല് ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പുതിയൊരു ലാപ്ടോപ്പ് നമ്മൾ മേടിക്കാൻ വിചാരിക്കുക. പുതിയൊരു ലാപ്ടോപ്പ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ എക്സൽ അതുപോലുള്ള സാധനങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? ആ അപ്പോൾ ഈ യൂസർ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ഇതൊക്കെ എന്താ, ഇതിൻ്റെയൊക്കെ എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ആവശ്യക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ചെയ്തു കൊടുക്കും. ഓക്കെ, ഇവിടെ ചെയ്തു കൊടുക്കും എക്സലും കാര്യങ്ങളൊക്കെ. അതിൽ വേറെ എന്തൊക്കെയാണ് അപ്പോൾ അതിൽ ആൻറ്റിവൈറസ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എന്താ ഉള്ളത്? ശരിക്കും ആൻറ്റിവൈറസിൻ്റെ ഒരു നോർമൽ യൂസർക്ക് ആൻറ്റിവൈറസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല. ഓക്കെ, അത് ഇൻബിൽറ്റ് ആയിട്ട് ആൻറ്റിവൈറസ് ഉണ്ട് ഈ യൂസറിൽ സോറി ലാപ്ടോപ്പിലുണ്ട്. ലാപ്ടോപ്പിൽ വിൻഡോസിൽ ആൻറ്റിവൈറസ് ഉണ്ട്. ഓക്കെ, അപ്പം അഡീഷണലി ചെയ്യണമെന്നുള്ളവർക്ക് ഒരുപാട് ഇന്റർനെറ്റിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓഫീസിൽ കുറച്ച് അത്യാവശ്യം സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ആൻറ്റിവൈറസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിലെ ഫയർവാൾ ഓക്കെ. ഫയർവാൾ ഓക്കെ. അപ്പോൾ ഷംസ് ബ്രോ ഇത് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് നല്ലൊരു പ്രൈസിന് കൊടുക്കാം. ഇതിൽ നമ്മളൊരു 300 ഡയറക്റ്റ് ആയി ഡിസ്കൗണ്ട് കിട്ടും. എൻ്റെ പൊന്നോ, 300 ഡയറക്റ്റ് ഡിസ്കൗണ്ടാ? അപ്പോൾ 499 ആയി, 500 600 700 അല്ല 500 ആയി അല്ലേ? 599 ആയി, 600 700 800 300 കുറച്ച് 899 300 ഡയറക്റ്റ് കുറച്ചിട്ട് കിഡിലും സെല്ലാണ് ഞങ്ങൾ നടത്താൻ പോകണ്ട. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മൂപ്പെടുത്ത് ചോദിച്ചത്. ഇതിൻ്റെ ഒപ്പം എക്സലിൻ്റെ കാര്യം അതുപോലെ തന്നെ ആൻറ്റിവൈറസിൻ്റെ കാര്യം മൂപ്പര് പറഞ്ഞു. പക്ഷേ അതിൽ കൂടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ മൂപ്പെടുത്ത് ചോദിക്കുന്നതായിരിക്കും നമ്മൾ. ഓക്കെ, അടുത്ത മോഡൽ പറഞ്ഞു. അപ്പം അങ്ങോട്ട് 2 ക്വസ്റ്റ്യൻ പറഞ്ഞു ചോദിക്കാം. 10th generation ആണ്. ഓക്കെ, ജനറേഷൻ ഒരുപാട് അവൈലബിൾ ആണ്. ഇതിപ്പോൾ 10th generation കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് 1030 G7 ഇതൊരു പുലിയാണ്. വെച്ചോ കാണിച്ചു, നമ്മുടെ ചെക്കന്മാർക്ക് കാണിച്ചു. ഓക്കെ, പ്രീമിയം സാധനമാണ്. ഓക്കെ 1030 G7 ഒന്ന് തിരിച്ചോ. ആ പക്ക സ്ലിം. ഓക്കെ, നരി സാധനം. ഓക്കെ 360 ആണ്. 360 360 ആണ്. വളച്ചു കാണിച്ചു കൊടുക്കൂ. 360 വളയ്ക്കൂ 360. ഓക്കെ 360 ഇത് അധികം യൂസ് വന്നിട്ടില്ല. പക്ക ക്ലീൻ എലൈറ്റ് ബുക്ക് ആണല്ലേ? ഓക്കെ, എലൈറ്റ് ബുക്ക് 10th generation അതും 16GB RAM 256 SSD ഉള്ള സാധനമാണ് ഇത്. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഇതിനൊരു 200 ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 1799 നിങ്ങൾക്ക് HP-യുടെ 1750 കൊടുക്കും. അതെ, 1750 രൂപത്തിന് നിങ്ങൾ എടുത്തോ. അമ്മാരി നരി സാധനം. ലാപ്ടോപ്പ് എവിടെ കിട്ടുക എന്ന് ചോദിക്കുന്നവർക്കുള്ള കിടില ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന് നമ്മൾ നേരത്തെ എക്സലിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു ചെയ്തു കൊടുക്കും. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ ചോദിച്ചത് മറ്റേ ആൻറ്റിവൈറസിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഓൾറെഡി ഉണ്ട്, ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാം. നോർമലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ ഡൺ. ഓക്കെ, അപ്പോൾ അതും കൂടെ എല്ലാവരും നോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ആളുകൾ അപ്പോൾ കൂടുതൽ കോൺഫിഡൻ്റ്, അതായത് ഓഫീസ് കാര്യങ്ങൾ പല ഡാറ്റകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ കൊടുക്കുക. അവരുടെ സോണി വെക്കോട്ടെ. സോണി വയോ പ്രോ കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ലാപ്ടോപ്പ് കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ട് ആൻഡ് നീറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ്. ഓക്കെ ഡൺ. i3 ആണ്. 16GB RAM. ഓക്കെ, i3 16GB RAM. ഓക്കെ 256GB SSD. ഇതിന്റെ കോസ്റ്റ് ഓക്കെ എത്രയ്ക്ക് വരാം? ഇത് നമുക്കൊരു 399. ഓ എൻ്റെ പൊന്നോ, 399 399 ദിർഹത്തിന് ലാപ്ടോപ്പ്. നല്ല കിടിലൻ സാധനങ്ങൾക്ക് 16GB RAM ഉള്ള സാധനം. അതുപോലെ തന്നെ i3 ആണ് അല്ലേ? i3 ആട്ടോ. നല്ലൊരു ഇതിലെല്ലാ കാര്യം നടക്കുമല്ലോ അല്ലേ? നല്ല പെർഫോമൻസ് ഉള്ള സാധനം, നല്ല ലാഭമുള്ള സാധനം. വെറും 399 ദിർഹത്തിന് നിങ്ങൾക്കൊരു നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് സ്വന്തമാക്കാം. ഒറിജിനൽ ചാർജർ, മൗസ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. നല്ല പാക്കേജ്. ഓക്കെ ഡൺ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു i7 എടുക്കാം. അപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഐസ് കൊടുത്തു ജനറേഷൻ. അപ്പോൾ
എത്ര ജനറേഷൻ ഉണ്ട് മൊത്തം ടോട്ടൽ എങ്ങനെയാണ്? ജനറേഷൻ ഇപ്പോ 30th ജനറേഷൻ വരെ ആയിട്ടുണ്ട്. അപ്പോൾ പല ഇത് ലാപ്ടോപ്പുകൾ 6th ജനറേഷൻ 7th ജനറേഷൻ 8th ജനറേഷൻ എന്നൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ ഈ ജനറേഷൻ മാറുന്നതനുസരിച്ച് എന്താ മാറുന്നത് സത്യത്തിൽ? ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഇയർ ആണ്. നമ്മളിപ്പോൾ ഐഫോണിൽ കണ്ടില്ലേ, iPhone 14, 15 അതേപോലെ ജനറേഷൻ മാറുന്നതനുസരിച്ച് ഇയർ ആണത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും. പെർഫോമൻസിൽ മാറ്റം വരും, കുറച്ചും കൂടി ഫാസ്റ്റ് ആവും, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിലുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ യൂസർ ആവുമ്പോൾ ചിലപ്പോൾ 6th ജനറേഷൻ ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് നേരത്തെ ഏതോ ഒരു 11th ജനറേഷൻ അങ്ങനെ പറഞ്ഞോ? ഇല്ല, 6th ജനറേഷൻ കാണിച്ചു. 6th ജനറേഷൻ കാണിച്ചു, 7th ജനറേഷൻ കാണിച്ചു. അപ്പോൾ ഈ ഒരു ഇപ്പോൾ പുതിയ ജനറേഷൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തും 6th ജനറേഷനും 7th ജനറേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ, സ്പീഡ് കുറവുണ്ടാവും? അതിൻ്റെ എന്താ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, കഴിയുന്നതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ എടുക്കുക. ഓക്കെ, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ്. ഇപ്പോൾ 6th ജനറേഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങും. ചെറിയ ബഡ്ജറ്റുള്ള ആളുകൾക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷെ അധികം സ്ലോ ഒന്നും വരില്ല. i5 ഒരു 2.50 GHz ക്ലോക്ക് സ്പീഡ് ഉള്ള ഒരു പ്രൊസസർ ഒരു 6th ജനറേഷൻ ആണെങ്കിലും 8GB റാമോ അല്ലെങ്കിൽ 16GB റാമോ ഉണ്ടെങ്കിൽ നോർമൽ ബേസിക് ആയിട്ടുള്ള നോർമൽ സ്പീഡാണിത്. ഇനി അത് കുറച്ചും കൂടി 7th ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. കുറച്ച് പ്രൈസിൽ വ്യത്യാസം വരും. വ്യത്യാസം വരും. കഴിയുന്നതും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ സെലക്ട് ചെയ്യാൻ നോക്കുക, ചൂസ് ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ടാവും. ജനറേഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അതിന്റെ റാമും കൂടി ഒന്ന് അതിന്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ അത് കണ്ടു ചോദിക്കാം. ഇതിനെ കുറിച്ച് പറഞ്ഞോ, ലെനോവ. ഓക്കെ, ഓക്കെ, ഒന്ന് കാണിച്ചു കൊടുത്തേ. ലെനോവ ഇതാണ് ലെനോവ. നീ കളിക്കില്ല, കാണിച്ചു ലെനോവ. ഇത് T470 എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ, നല്ലൊരു വർക്കിംഗ് ലാപ്ടോപ്പ് ആണ്. നല്ലൊരു വർക്കിംഗ് ലാപ്ടോപ്പാണ്. ഓരോ ലാപ്ടോപ്പിന് ഓരോ പർപ്പസ് ഉണ്ട്. ഒരു വർക്കിംഗ് ലാപ്ടോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വർക്കിംഗ് ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ, വീട്ടിലേക്ക് ഒരു വർക്കിംഗ് ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഓക്കെ, i7 ആണ്. i7 7th ജനറേഷൻ. ഓക്കെ, 7th ജനറേഷൻ. 8GB റാം, 512GB SSD. 512GB SSD വരുന്നത്. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 1199 നമുക്കൊരു എത്ര ഓഫറിൽ കൊടുക്കാം? എത്ര കൊടുക്കാം? നിങ്ങൾ തന്നെ പറഞ്ഞോ. ഒരു 849 കൊടുക്കാം. 849 ആട്ടല്ല, കിട്ടില്ല. 849 i7 7th ജനറേഷൻ. അതായത് നിങ്ങളുടെ അടുത്ത് 10-800 ദിർഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് i7 i5ഉം ജനറേഷനൊക്കെ നല്ല കിടില സാധനമുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം തരികയാണ് ഷംസ് ബ്രോ, അല്ലേ? തീർച്ചയായും വരും. നിങ്ങൾ നേരെ ഷോപ്പിലേക്ക് വരിക. നിങ്ങൾ എമൗണ്ട് എത്രയാണ് നമ്മുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ എമൗണ്ടിലുള്ള ഏറ്റവും നല്ല സാധനം തീർച്ചയായിട്ടും തരും. നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള ലാപ്ടോപ്പ് നിങ്ങൾക്ക് തരും, നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ളത്, അല്ലേ? ഓക്കെ, ഡൺ. ഓക്കെ, നെക്സ്റ്റ് ഏത് കൊടുക്കുക? പിന്നെ നമുക്ക് ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഗെയിമിംഗ് സെക്ഷൻ ആവശ്യമുള്ള ആളുകൾ അതിനായിട്ട് ഒരു സെക്ഷൻ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഡൺ. എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, കുറച്ച് മുകളിലുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഏതൊക്കെ ഉണ്ട്? ഗെയിമിംഗ് സെക്ഷനിലേക്ക് നമുക്ക് പ്രിസിഷൻ മോഡൽ, അതായത് H സീരീസ് പ്രൊസസർ, ഗെയിമിംഗ് പ്രൊസസർ ആകുമ്പോൾ H സീരീസ് പ്രൊസസർ മൂന്ന് ടൈപ്പ് പ്രൊസസർ വരുന്നുണ്ട്. അപ്പം ഗെയിമിംഗ് സെക്ഷനിലേക്ക് ഹൈ പെർഫോമൻസ് പ്രൊസസർ വേണം, H സീരീസ് പ്രൊസസർ വേണം, റാം 16GB റാം, അതേപോലെ 512GB SSD, ഗ്രാഫിക്സ് 4GB ഗ്രാഫിക്സ്, 6GB ഗ്രാഫിക്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം. അപ്പൊ നമ്മുടെ അടുത്തുള്ളത് 4GB ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഉള്ള 5540 പ്രിസിഷൻ ഡെല്ല്, അതേപോലെ HP-യുടെ G3, G4 ഇതെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ എങ്ങനെ പ്രൈസ് റേഞ്ച് വരുന്നത്? ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നല്ല പ്രൈസിന് നമുക്ക് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഉള്ള പ്രൈസിൽ ഒരു 300 നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഏത് സാധനം? ഡെല്ലിന്റെ 5540 എന്ന് പറഞ്ഞത് ഇതാണ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഉപരി പറഞ്ഞത്. ഏകദേശം 2299 വരുന്നുണ്ട്. ഇത് എത്ര ദൂരം കുറച്ച് കൊടുക്കും? നമ്മളൊരു 300 ഡിസ്കൗണ്ടിൽ ഡെല്ലിന്റെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് മച്ചാമാരെ ലൈറ്റ് യൂസ് ഉള്ള സാധനം. ഇത് കൂടുതൽ ഗെയിമിങ്ങിനാണെന്നാണ് പറയുന്നത്. ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ് അതുപോലുള്ള വർക്കുകളൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. എന്താ മച്ചാമാരെ ഗ്രാഫിക് കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ 4GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ്. അതെ, 4GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എല്ലാത്തിലും ഗ്രാഫിക് കാർഡ് 2 ഉണ്ടല്ലോ, ഇൻബിൽറ്റ് ഉണ്ട്, ഡെഡിക്കേറ്റഡ്. അതെന്താ തമ്മിൽ വ്യത്യാസം? ഇൻബിൽറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ പ്രോസസറിലും വരും. ഇനിയിപ്പോൾ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് വേണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ നമ്മളെ പർപ്പസ് നോക്കിയിട്ടാണ്. ആർക്കാണ് അപ്പോൾ ആര് മേടിക്കുമ്പോഴാണ് ഈ ഗ്രാഫിക്സ് നോക്കേണ്ടത്? അതായത് ഗെയിമിങ്, വീഡിയോ എഡിറ്റിംഗ് ഇതുപോലുള്ള ഹെവി വർക്ക്സ് ഉണ്ട്, കുറച്ച് ഗ്രാഫിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ ആളുകൾക്ക് മാത്രമുള്ളതാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുള്ള ഇതുപോലത്തെ മെഷീൻസ്. 2 ഫാൻ വരും, H സീരീസ് പ്രൊസസർ വരും, കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നോർമലായിട്ട് യൂസ് ചെയ്യാൻ എടുക്കുന്ന ഒരാൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇൻബിൽറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവും, മതി. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തേക്ക് പോകാം നമുക്ക്, അല്ലേ? ഓക്കെ, നമുക്ക് മാക്കിലേക്ക് പോകാം. നമുക്കൊരു ഇപ്പം നമ്മൾ കൂടുതൽ ഡെല്ല പറഞ്ഞു, സോണി പറഞ്ഞു, ലെനോവോ ഒക്കെ പറഞ്ഞല്ലോ, അല്ലേ? ഓക്കെ, ഒന്ന് എടുത്തോ. ഓക്കെ, ഡൺ. അപ്പോൾ ഒന്ന് എടുത്തോ മാക്ബുക്ക്. ഓക്കെ, M1 തരൂ.
23 നവംബർ വരെ 23 നവംബർ വരെ ആപ്പിൾ കെയർ പ്ലസ് വാറന്റി ഉള്ള ആപ്പിൾ കെയർ പ്ലസ് വാറന്റിയുള്ള സാധനം. ഓക്കെ. സൈക്കിൾ കൗണ്ട് അറൗണ്ട് 50. 50 അറൗണ്ട് 50 60 ആണെന്ന് തോന്നുന്നു. സൈക്കിൾ കൗണ്ട് ഉള്ളൂ. ചെറിയ ലൈറ്റ് യൂസ്. ഓക്കെ. M1 MacBook Pro. M1 MacBook Pro ആണ് ഞങ്ങൾ തരാൻ പോകുന്നത്. എത്ര കൊടുക്കുക? 8GB RAM 256 SSD. ഓക്കെ. ഇത് നമുക്ക് 3,399 ആണ്. നമുക്കൊരു 300 ഡിസ്കൗണ്ട് വരും. 300 കൊടുക്കുക. അപ്പോൾ 3,099 കൊടുക്കുക. 3,099 നിങ്ങൾക്ക് കിട്ടും. മാക്ബുക്ക് പ്രോയുടെ ഇത് പുതിയത് മേടിക്കുന്ന എത്ര രൂപ കൊടുക്കേണ്ടി വരും? എത്ര ദിർഹം കൊടുക്കേണ്ടി വരും? ഇപ്പോൾ M3 ലേറ്റസ്റ്റ് വന്നു. M2 വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി M2 MacBook Pro ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 4,500 to 6,000 ആ റേഞ്ചിൽ വരുന്നു. ഇത് ഏതാ സാധനം? ഒന്ന് അടുത്ത് കാണിച്ച്. ഇത് M1 ആണ്. M1 MacBook Pro. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം എത്ര കിട്ടുന്നത്? കൊടുക്കണമെങ്കിൽ 399 നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് പുതിയത് മേടിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെസ്റ്റ് ഇതല്ലേ മേടിക്കുന്നത്? ബെസ്റ്റ് ആണ്. ഇത് പുതിയതാണ്, ജസ്റ്റ് യൂസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കിൾ കൗണ്ട് അറൗണ്ട് 50 ആണ്. അത്രേ ഉള്ളൂ. ആപ്പിൾ കെയർ പ്ലസ് വാറന്റി ഉള്ള പീസ്. ഓക്കെ. വിത്ത് ബോക്സ്. അപ്പോൾ നമ്മൾ M2ന്റെ M3യുടെ പ്രൈസ് അല്ലേ 4,500 പറഞ്ഞത്? അപ്പോൾ ഈ M1 ഏകദേശം വരും. അപ്പൊ ഈ M1 തന്നെ ഏകദേശം 4,500 ഉണ്ട്. അല്ല സോറി 4,500 ഉണ്ട്. അപ്പൊ കണ്ടില്ലേ ഇത്ര ഇപ്പോഴും ആപ്പിൾ വാറന്റി ഉള്ള സാധനം, ആപ്പിൾ ഗ്യാരണ്ടി ഉള്ള ആപ്പിൾ വാറന്റി ഉള്ള സാധനം, കെയർ പ്ലസ് ഉള്ള സാധനം നിങ്ങൾക്ക് ഏകദേശം 1,500 ദിർഹം കുറച്ചിട്ടാ തരുന്നത്. 3,099 അല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. നീറ്റ് ആൻഡ് ക്ലീൻ പറയേണ്ട ആവശ്യമില്ല. ആപ്പിൾ കെയർ പ്ലസ് ബാലൻസ് ഉള്ള പീസ് ആണ് അത്. ഓക്കെ. എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് വീണ്ടും വാറന്റി എടുക്കാണ്. നമ്മൾ താഴെ വീണാലും അല്ലെങ്കിൽ ഡാമേജ് ആയാലും ഒരു വാറന്റി, അത് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു വാറന്റിയാണ്. ആ ഒരു വാറന്റി ഇതിനൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ ഡൺ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത നമ്മൾ കൊടുക്കാം. അധികം ക്വാണ്ടിറ്റി ഒന്നുമില്ല, 5 പീസ് മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ ഡൺ. പിന്നെ ഇനി 2020 തന്നെ i5 വരുന്നുണ്ട്. ഓക്കെ. 2020 i5 തരൂ. MacBook Pro. ഓക്കെ. ആപ്പിൾ കെയർ പ്ലസ് വാറന്റി ഉള്ള ആപ്പിൾ കെയർ പ്ലസ് വാറന്റി ഉള്ള ആപ്പിൾ കെയർ പ്ലസ് വാറന്റി ഉള്ള ലാപ്ടോപ്പുകൾ നോക്കി വെച്ചാൽ ഇതാ എടുക്കണം. ഏതാണ് അതിന്റെ ഡീറ്റെയിൽസ് പറ. ഇത് i5 ആണ്. 16GB RAM 512GB SSD ആണ് വരുന്നത്. ഓക്കെ ഡൺ. ക്ലീൻ പീസ്, സീറോ സ്ക്രാച്ച്, സീറോ ഡെന്റ്, അതും വിത്ത് കെയർ പ്ലസോട് കൂടി. വിത്ത് കെയർ പ്ലസോടുള്ള സാധനം. ഇത് എങ്ങനെ പറഞ്ഞോ? ഇത് എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു പഷ്കർക്ക് വന്നിട്ടുണ്ട്. ഓഫർ നല്ല പ്രൈസിന് കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ. ഇതിൽ നമുക്കൊരു 300 എന്ന ഡിസ്കൗണ്ട് കൊടുക്കാം. 300 ദിർഹം ഡിസ്കൗണ്ടിലാണ് നമ്മൾ തരുന്നത്. 2,999 ദിർഹത്തിന് സാധനം 300 ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന വെച്ചാൽ മാക്ബുക്ക് പ്രോ 2020 14 പ്രോ അല്ലേ? കെയർ പ്ലസ് വാറന്റി ഉള്ള പീസ്. ഓക്കെ ഡൺ. നമുക്ക് 16 ഇഞ്ച് ഉണ്ട്. എടുക്ക്. 16 ഇഞ്ച് എടുക്കൂ. ഓക്കെ. മാക്ബുക്കിൽ കുറഞ്ഞൊരു ഇതും കൂടെ തരണം കേട്ടോ എനിക്ക്. ഓക്കെ ഡൺ. MacBook Pro 2018 മോഡൽ. ഓക്കെ. 16 ഇഞ്ച് 4GB ഗ്രാഫിക്സ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ക്ലീൻ പീസ് ആണ്. ഇതും സൈക്കിൾ നമ്മുടെ കയ്യിലുള്ള മാക്ബുക്ക് എല്ലാം സൈക്കിൾ കൊണ്ട് അറൗണ്ട് ഒരു 100 to 100 റേഞ്ചിൽ മാക്സിമം, അതായത് ചൂസ് ചെയ്തെടുക്കുന്നതാണ്. നല്ല സാധനം മാത്രം എടുക്കുന്നതാണ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പ്രൈസിന് തന്നെ കൊടുക്കാം. ഓക്കെ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇതിൽ നമുക്ക് 300 ഡിസ്കൗണ്ട് കിട്ടും. 300 ഡിസ്കൗണ്ട് ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏകദേശം 2,899 വരും. 2,890 2,899 ദിർഹത്തിന് വെച്ചാൽ പറയാം മാക്ബുക്ക് പ്രോട്ടോ. മാക്ബുക്ക് പറഞ്ഞു ഡീറ്റെയിൽസ് ഉള്ള നിങ്ങൾ പറയണം. 16 ഇഞ്ച് 4GB ഗ്രാഫിക്സ് വരുന്നുണ്ട്. i7 ആണ്. 16GB RAM ആണ്. അതേപോലെ 512GB SSD. ഇവൻ്റെ മോൻ. അപ്പോൾ ലാപ്ടോപ്പ് ഇപ്രാവശ്യം മാക്ബുക്ക് നല്ല കിഡില്ല അടിപൊളി സാധനങ്ങൾ എന്നാൽ ഇപ്പോൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. നല്ല പ്രൈസ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം 2,000 എബേ ഉള്ളൂ. അതിൽ കുറഞ്ഞ ഏതെങ്കിലും ഉണ്ടോ? മിഡ് റേഞ്ചിലുള്ള ഏതെങ്കിലും മാക്ബുക്ക് ഉണ്ടോ? ഒന്ന് കാണിച്ചത്. ഓക്കെ. 15 ഇഞ്ച് എത്രയ്ക്ക് വരും? 15 ഇഞ്ച് അത് നല്ല കോൺഫിഗറേഷൻ ആണ്. i7 16GB RAM 512GB SSD. ഓക്കെ. ഇതും നമുക്ക് നല്ല പ്രൈസിന് കൊടുക്കാം. എത്രയ്ക്ക് കൊടുക്കാം? ഇതിനും 300 ഡിസ്കൗണ്ട്. 300 ഡിസ്കൗണ്ട് 1,699 അല്ലേ ഇതിൽ എഴുതിയിരിക്കുന്നത്? അപ്പോൾ 1,399 കിട്ടും. 1,400. അപ്പോൾ 200 പറഞ്ഞുള്ളൂ. കളിക്കതിട്ടാ. ഓക്കെ ഡൺ. ഓക്കെ ഡൺ. ഇതിപ്പോൾ അങ്ങനെ കിടന്നോട്ടെ. 200 ദിർഹം ഡിസ്കൗണ്ട് കൊടുക്കാം. ഓക്കെ. 1,499 ദിർഹത്തിന് കിട്ടും. ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പെസിഫിക്കേഷൻ i7 16GB RAM 512GB SSD 2GB ഗ്രാഫിക്സ്. 2GB ഗ്രാഫിക്സ്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കേണ്ട. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ അടുത്ത് i3 ആയിരിക്കും ഏറ്റവും പ്രൈസ് കുറവിൽ വരുന്ന ഒരു ഇത്. അപ്പോൾ i3 എടുത്തിട്ട് അതിൽ 16GB RAM ഉണ്ട് വിചാരിക്കുക. i3 എടുത്തിട്ട് 16GB RAM ഉണ്ട്, അതുപോലെ തന്നെ ഒരു 256 SSD ഉണ്ട്. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഞാൻ എടുത്തു വിചാരിക്കുക.
അത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോൾ i3 ആകുമ്പോൾ ഏറ്റവും പ്രൈസ് കുറയുമല്ലോ, പ്രൈസ് പറയും ആ ബഡ്ജറ്റ് ബഡ്ജറ്റ് ആവും. അപ്പോൾ അത്യാവശ്യം SSD ഉണ്ട്, റാം ഉണ്ട്. അങ്ങനെ ഒരു കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഹാങ് വരാതിരിക്കുക, അപ്പോൾ പൈസ കുറയുകയും ചെയ്യും, ആ ഒരു സാധനം കിട്ടുകയും ചെയ്യും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആ അപ്പൊ i3 16GB റാം വരുമ്പോൾ ബേസിക്കലി 8GB റാം വരിക. 8GB റാം വരുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും, നമുക്ക് വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടിയോളുണ്ടാവില്ല. 16GB റാം വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഫാസ്റ്റ് ആവും. ഓക്കെ ഡൺ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. 16GB റാം വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു വർക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് വരില്ല. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. അതെടുത്താലും ഓക്കെ ആണെന്നാണ് എൻ്റെ ചോദ്യം. കുഴപ്പമില്ല, ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ചാണ് ചൂസ് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു കാര്യം എനിക്ക് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ സംഭവം ഓക്കെയാണ്, പക്ഷെ അതിൽ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. നിങ്ങളിപ്പോ 16GB കാണുമ്പോ റാം കാണുമ്പോ പെട്ടെന്ന് ചാടിക്കയറി 32GB റാം കാണുമ്പോൾ ഓടിക്കയറി എടുക്കാൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങൾ i7 ആണ് ശരി, ഇനി i9 ആണ് ശരി, അതൊന്നല്ല, ഇനി സെല്ലുലാർ ആണെങ്കിലും നമ്മൾ മിഷൻ നോക്കണം മെയിനായിട്ട്. ഏതാണോ മിഷൻ യൂസ് ചെയ്യുന്നത്, ഓരോ മിഷന് ഓരോ അതിന്റെ ഇത് കൂടും. അതായത് എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും ചില വർക്ക് ചെയ്യുന്നതൊക്കെ ശരിക്കും അതിനെ പറ്റി അറിയാൻ പറ്റും. നമ്മൾ ചില വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 32 കാണും, ചിലപ്പോൾ 16 ഒക്കെ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ Core i7 ആയിരിക്കും, അല്ലെങ്കിൽ Core i5 ആയിരിക്കും, ചിലപ്പോൾ ഞാൻ ഇത് പറഞ്ഞ സെല്ലുലാർ ആയിരിക്കും. പക്ഷെ ചില സെല്ലുലാറിന്റെ സ്പീഡ് പോലും ചിലപ്പോൾ നമുക്ക് Core i5 കിട്ടണമെന്നില്ല. പക്ഷെ ചില മിഷനിലെ പ്രത്യേകത ആണ്. അതിനൊക്കെ മിഷന്റെ വില വ്യത്യാസങ്ങളുണ്ട്. ഈ റീഫർബിഷ് ഒക്കെ വരുമ്പോൾ ഈ ചില ആൾക്കാർ എടുക്കാൻ പഠിക്കുന്ന കാരണം മിഷനാണ് ആദ്യം ചേഞ്ച് ആക്കുന്നത്. ഒറിജിനൽ മിഷന് ഒറിജിനൽ നമുക്ക് ആ ഒരു ഇത് കിട്ടും, യൂസ് ചെയ്യുന്ന ടൈമില് കറക്റ്റായിട്ട് നമുക്ക് ഹാൻഡിന് അറിയാൻ പറ്റും. ഇത് മിഷൻ മാറ്റിയില്ല. നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ചെക്കിങ്ങിൽ വരുന്ന ടൈമിലും പലതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ആളുകൾ വന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഈ അറിയുന്ന ഡോക്ടർമാർക്ക് ഒന്ന് ടച്ച് ചെയ്താൽ മതിയല്ലോ, കാര്യം മനസ്സിലാവില്ല. അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കൈവെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ മിഷന് യൂസ്ഡ് ആണോ, അതല്ല റീഫർബിഷ് ആണോ, ബോർഡ് ചേഞ്ച് ആയിട്ടുണ്ടോ, ഏറ്റവും സെറ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ മിഷൻ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഏത് ജനറേഷനാണെന്നാണ്, ഏത് i5 ആണോ i3 ആണോ എന്നാണ്, സെല്ലർ ആണോ, അങ്ങനെ ഉണ്ട്. അതിനുശേഷം ഇതിൻ്റെ മെമ്മറി SSD ഒക്കെ ആണല്ലോ. എന്താണ് ഈ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വരുന്നത് വെച്ചാൽ നമ്മൾ തിങ്ക് പാഡ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ തിങ്ക് പാഡ് എടുക്കുന്നുണ്ട്, അതിൽ തന്നെ 2-3 ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ അതിനൊക്കെ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ ഡെൽ എടുക്കുകയാണെങ്കിൽ നോർമൽ മിഷൻ വരുന്നുണ്ട്, അതില് XPS മിഷൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതില് പ്രിസിഷന്റെ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 മിഷൻ വരുന്നുണ്ട്, പേര് പെട്ടെന്ന് വായി കിട്ടുന്നില്ല. ഇതൊക്കെ മിഷന്റെ ഡീറ്റെയിൽസ് ആണ്. ഒക്കെ നമ്മൾ ഓരോന്നിനും അതിന്റെ പ്രൊപ്പോസൽ അതിനൊക്കെയായിട്ട് അല്ല വർക്കിംഗ് കണ്ടീഷനും ഒക്കെ ഉണ്ടാവും. ചില നമ്മൾ പ്രിസിഷന്റെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും അതിന്റെ ബാക്കിൽ നിങ്ങൾ ഏത് എടുക്കുന്ന ടൈമിൽ കറക്റ്റ് പിന്നിൽ എഴുതിയിട്ടുണ്ടാവും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട്. ആ മിഷൻ ഏതാണെന്നോ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനൊക്കെ അതിന്റെ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മളിപ്പോ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മള് വേണ്ട പ്രിസിഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗെയിമിംഗ്, രണ്ടാമത് ഉപയോഗിക്കുന്നത് നമ്മളെ വർക്ക്, അതായത് വീഡിയോ എഡിറ്റിംഗ് പോരാ, ഒന്നും കൂടി വന്നിട്ടാ ബാക്കി കറക്റ്റായിട്ട് നമ്മള് പ്രിസിഷന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെൽ ഉപയോഗിക്കുന്ന ആൾക്ക് പ്രിസിഷനിലാണ് ഏറ്റവും കൂടുതലായിട്ട്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ആളുകൾ ഏതാണ് ഇതിന്റെ മിഷൻ കൂടെ നോക്കണം. ഓരോ ലാപ്ടോപ്പിന് ഓരോ പർപ്പസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു ലാപ്ടോപ്പിന് അതിന്റെ പർപ്പസ് ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ 840 ഈ ഒരു 840 നമ്മൾ 8GB ആണ് ഇതിന്റെ റാം വരുന്നത്. നമുക്ക് നേരെ ചേഞ്ച് ആക്കാം, 16 ആക്കാം, 32 ആണോ 32 ആക്കാം. പക്ഷെ അതിനൊക്കെ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ സ്പീഡ് വരും. പക്ഷെ ഒരു കാരണവശാലും ഇതിന്റെ മിഷൻ മാറുന്നില്ല. അപ്പൊ ആ മിഷന്റെ കാര്യത്തിലൂടെ സ്പീഡും കാര്യങ്ങളൊക്കെ, അതായത് നമ്മള് ബഫറിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും മാത്രമേ ഉള്ളൂ. പക്ഷെ മിഷനിലാണ് ഏറ്റവും കൂടുതൽ, അതായത് അടിത്തറ മിഷനാണ്. അടിത്തറ ഉഷാറാണെങ്കിൽ നമുക്ക് എല്ലാം റെഡിയാവും, 2 3 ബിൽഡിംഗ് കെട്ടാം. അപ്പോൾ ഒരുപാട് ലാപ്ടോപ്പുകൾ, നല്ല കിട്ടുന്ന ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മോഡൽസും ഏതൊരു ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്പർ എന്തായാലും കൊടുത്തേക്കാൻ ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. എന്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കും അല്ലേ. അതുപോലെ തന്നെ UAE എല്ലാം ഡെലിവറി, ഓൾ ഓവർ UAE എല്ലാവരും ഡെലിവറി ഉണ്ട്. ഏതൊരു മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ മേടിക്കാൻ പറ്റും. ഇവിടെ വന്നാലും അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിലും അല്ലേ. ഓക്കെ. അപ്പം നമ്മുടെ സ്വന്തം മാക്ബുക്ക് ഉണ്ട്, സോറി മാക്ബുക്ക് അല്ല, ക്രോംബുക്ക് ഉണ്ടോ? ക്രോംബുക്ക് ഉണ്ട്, അത് നല്ല പ്രൈസ് തന്നെ. 69 ഏതിന്റെ വിത്ത് പ്ലേ സ്റ്റോറിലുള്ളത് 69 ദിനത്തിനുണ്ട്. ഡെൽ ഉണ്ട്, അസൂസ് ഉണ്ട്,
അതേപോലെ ലെനോവോ വേണോ, ലെനോവോ ഉണ്ട്, എല്ലാം അവൈലബിൾ. എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഏത് ലാപ്ടോപ്പാണ് നിങ്ങൾക്ക് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ കീഴിലും വീഡിയോ കൊടുത്തല്ലോ നമ്മൾ ഹാപ്പി ആയിരിക്കില്ല എല്ലാം. തീർച്ചയായിട്ടും നല്ല പൈസ കൊടുത്ത്. അതെ, നല്ല പൈസ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം, നിങ്ങൾക്ക് വിളിക്കാൻ കാര്യങ്ങൾ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഷംസൂർ പാട്ട് പാടിയില്ല നിങ്ങൾ, പാട്ട് പാടുങ്ങൾ. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് നിങ്ങൾ തുടങ്ങിക്കോ. മഴക്കല്ലേ, മഴ ഏതേത് പാട്ട് പറഞ്ഞ്? മഴത്തുള്ളി കിടക്കുന്ന. എന്നാ പാടിക്കോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും നാടൻ വഴി നിങ്ങളുടെ പാട്ട് കേൾക്കാനാ ഞാൻ വന്നത്. നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ കാറ്റായി ഈറൻ മുടി ചേരുന്നിതൻ മേലാകെയും. ഓക്കെ, പാട്ട് പാടിച്ചില്ലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പൊ ഏതായാലും നേരെ കയറ്റും.